ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ചെറിയൊരു മിനി ഷോപ്പിംഗ് പാർട്ട് 3 എന്ന് പറയാം. അമ്മക്കില്ലതൊക്കെ എടുത്തു, ഇനി കുട്ടികൾക്കില്ല പർച്ചേസിങ് ആണ്. കുട്ടികൾക്ക് എനിക്ക് ഒന്നാമത് എവിടെ ചെന്നാലും പെട്ടെന്ന് എടുത്ത് പോയിരുന്നു. പക്ഷെ അവിടെ കളക്ഷൻസ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും കളക്ഷൻ ഇല്ലയെന്ന്. പിന്നെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ തോന്നില്ല. പിന്നെ നേരെ ഇല്ലോടത്ത് കത്തണം എനിക്ക്. അപ്പോൾ അത് തിരഞ്ഞു പോകും ഞാൻ. അത് വിഡായാലും മലപ്പുറം ജില്ലേൻ്റെ ഏത് മുക്കിലായാലും തിരഞ്ഞു പോകും ഞാൻ. എനിക്കങ്ങനെ പോയി ശീലമായി. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ജസ്റ്റ് സ്റ്റുഡിയോയിലൊന്ന് കയറിയൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. മക്കൾക്ക് സ്റ്റുഡിയോന്ന് എടുക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ പെരിന്തൽമണ്ണ ഹൈലൈറ്റ് മാളിലാണ് സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയില്ല സ്റ്റുഡിയോ ഉണ്ട് എന്നേ അറിയുള്ളൂ, എവിടെയെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ജസ്റ്റ് നോക്കിയതാണ്. ഇട്ട് നോക്കിയപ്പോൾ അവിടെ തന്നെയാണ്. പക്ഷേ ഒരു ഫുൾ ഷോറൂമായിട്ട് അങ്ങനെ ഇല്ല തോന്നുന്നു. ഇത് പെരിന്തൽമണ്ണ ഹൈലൈറ്റ് മാളിലുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ്. നമ്മളെന്തായാലും പോയൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ കളക്ഷൻസ് വളരെ കുറവാട്ടോ. എനിക്ക് പേഴ്സണലി ഒരു ടൺ ഡ്രസ്സ് ഹാമിസിനായിട്ട് കിട്ടി, മറ്റോനായിട്ട് കിട്ടിയതും ഇല്ല. കാരണം ഭയങ്കര കുറവാണ്. കിഡ്സിനുള്ള കളക്ഷൻസ് പൊതുവേ കുറവാണ്. ഇനി അവിടെ മാത്രമാണോ എല്ലാ സ്റ്റുഡിയോയിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ലേഡീസിന് പറ്റിയ കളക്ഷൻസ് ഉണ്ട്. എല്ലായിടത്ത് ചെന്നാലും ഇല്ല തന്നെ, സെയിം സാധനം തന്നെ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഒന്നും മോഡലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്റ്റുഡിയോക്ക് പോവുക ചെയ്തത്. ചെറിയൊരു മാള്, ഒരു 6 നിലൻ്റെ ചെറിയൊരു മിനി മാളെന്ന് പറയാം, സാധാരണക്കാർക്ക് പറ്റിയൊരു മാള്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് പറ്റിയത് കുറച്ചൊക്കെ ടോപ്പും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫീൽ ചെയ്തതൊന്നുമില്ല. റേറ്റ് എല്ലായിടത്തും കണക്കാണ്. ഡിസ്പ്ലേ ഒക്കെ വെച്ചൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡെമ്മിമ്മ കണ്ട ഡ്രസ്സ് മൂപ്പർക്ക് ഇഷ്ടമായിരിക്കണം. അതാണ് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണം. ഇത് വേണോ അത് വേണോ ചോദിച്ചിട്ട്. പിന്നെ എനിക്ക് 2 വട്ടം എടുത്തുക്കണം. ഇനിയിപ്പോൾ എനിക്ക് എടുക്കാനാവില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകും. പിന്നെ ജെൻസിനും തന്നെ ടീഷർട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ലേഡീസിന് എന്താ വെച്ചാൽ ഈ ക്രോപ്പ് ടോപ്സ്, വലുപ്പമില്ലാത്ത ടീഷർട്ട്, അപ്പോൾ അതാണല്ലോ ട്രെൻഡിങ്ങിൽ കളിക്കുന്നത്. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമായില്ല. പിന്നെ ഗോവ സ്റ്റൈലാണ് അധികം ഇവിടെ ഉള്ളത്. ജസ്റ്റ് നിങ്ങളൊക്കെ സ്റ്റുഡിയോ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകൊണ്ട് ഈ ഗോവ സ്റ്റൈൽ ഡ്രസ്സസാണ് കൂടുതലും എനിക്ക് പേഴ്സണലി കണ്ടിട്ട് തോന്നിയത്. കിഡ്സിന് കളക്ഷൻ തീരെയില്ല. എനിക്കൊന്നും പേഴ്സണലി എനിക്കിഷ്ടമായില്ല. പിന്നെ മോനൂസിന് ഒരു ഷർട്ടും ഒരു പാൻറ്റും എങ്ങാണ്ട് എടുത്തു, വേറെ ഒന്നും എടുത്തതുമില്ല. ഞാൻ കളക്ഷൻസ് ഉണ്ടാവും വിചാരിച്ച് വന്നതാണ്. കളക്ഷൻസ് വളരെ കുറവാണ് കിഡ്സിന്. അതിൽ 1-2 ടീഷർട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ്. വലിയ റേറ്റൊന്നുമില്ല, എന്നാലും ആ ക്ലോത്തിനെ വെച്ച് ബഡ്ജറ്റ് കൂടുതലാണ് തോന്നി. പിന്നെ നമ്മൾ എടുത്തില്ല. പിന്നെ ചിലത് എടുത്തു. ഒരു ടീഷർട്ടും ട്രൗസറും എങ്ങാണ്ട് എടുത്തു, അതെടുത്തു. പിന്നെ ഫാൻസി ഐറ്റംസ് കുറേ ഉണ്ട്. 199 റുപ്യ. പെർഫ്യൂംസ് 199, 249 അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അതൊന്നും ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയില്ല. ഞാൻ ഇതിന് മുന്നേ എവിടുന്നോ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പ്രേയും ടെസ്റ്റ് ചെയ്യണത്, എല്ലാം ടെസ്റ്റ് ചെയ്ത്. എനിക്ക് ഒന്നിൻ്റെ സ്മെല്ലും ഇഷ്ടമായില്ല. പിന്നെ ലിപ്സ്റ്റിക്കും തന്നെ 69 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ലോക്കൽ ലിപ്സ്റ്റിക്കാണ്. അത് ഇടുമ്പോൾ അതിന് സ്മജ്ജാവണ, വാട്ടർ പ്രൂഫ് അല്ല. പിന്നെ എന്തിനാ വെറുതെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് വിചാരിച്ച് ഞാൻ ഒന്നും വാങ്ങില്ല. നെയിൽ പോളിഷ് കുഴപ്പമില്ലാതെ തോന്നുന്നത്, അത്യാവശ്യം നല്ല നെയിൽ പോളിഷാണ്. പിന്നെ ഫൗണ്ടേഷന്, ഐ ഷാഡോൻ്റെ ഹൈലൈറ്റർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജെൻസിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. ചപ്പലൊക്കെ വളരെ കുറവാണ്. കാരണം ഞാൻ ചപ്പൽ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വളരെ കുറവാണ്. പിന്നെ വാച്ച്, ഞാൻ ഇതുവരെ എവിടെയും കാണാത്തൊരു മോഡൽ വാച്ച് കണ്ടപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചാണ് കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി ആയി തോന്നി വാച്ചൊക്കെ കണ്ടപ്പോൾ. ഇതിന് എത്ര റേറ്റ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. 299 അങ്ങനെ കണ്ടൊക്കെ ഉള്ളൂ തോന്നുന്നു. പിന്നെ കീ ചെയിൻസ്, അതൊക്കെ ഗോൾഡൻ കളറൊക്കെയാണ്. അതൊന്നും പെട്ടെന്ന് കളർ പോകും. ഇയറിങ്സ് ആയാലും കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട്. ഇയറിങ്സൊക്കെ അതൊക്കെ പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പാണ് തോന്നുന്നു. പിന്നെ ഞാനതൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ ലേഡീസ് ഡ്രസ്സിൻ്റെ കളക്ഷൻസിൽ കുഴപ്പമില്ലാത്ത ടോപ്പ്, സ്കേർട്ട് അങ്ങനത്തതൊക്കെ ഉണ്ട്. അല്ലാണ്ടൊന്നുമില്ല. ടീഷർട്ട്സ് കുറച്ചൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു ഷർട്ടും ട്രൗസറും വാങ്ങി. പിന്നെ മിറർ കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ച് പട്ടിഷർട്ടും കെട്ടി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ നേരെ വിട്ട് ഫുഡ് കോർട്ടിക്ക്. അപ്പോൾ അവിടെ നിന്ന് ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് മക്കൾ ഇതെന്താ സംഭവം, ഇത് ഓണത്തിൻ്റെതാണോ, ഓരോ സംശയങ്ങൾ ചോദിക്കുക. പിന്നെ മോനൂസിനെ പിടിച്ചാൻ കിട്ടില്ല. പിന്നെ മാക്സിൽ കയറി, മാക്സ് തന്നെ തോന്നുന്നു, മാക്സ് കയറി. അവിടെയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കുള്ളതൊക്കെ എനിക്കുള്ള ടൈപ്പൊക്കെ ഉണ്ട്. ഒരു 18-30 വയസ്സ് ആ റേഞ്ചിലുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. പക്ഷേ കിഡ്സിന്
കുറവാണ്. പിന്നെ ഒക്കെ വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സാണ്. അത് പിന്നെ എടുത്തിട്ട് കാര്യമില്ല, പെട്ടെന്ന് നാശമായി പോവും. പിന്നെ നമ്മളതൊന്നും എടുത്തില്ല. നമുക്ക് പറ്റിയതൊക്കെ വൈറ്റ് മിക്സായ കളറാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ചപ്പലിൻ്റെ കളക്ഷൻ ഉണ്ട്, പക്ഷെ ചപ്പലൊന്നും അത്ര ഭംഗിയുള്ള ചപ്പലൊന്നും ഇല്ല. നമ്മൾ എടുത്തില്ല, എടുക്കാതെ അവിടുന്ന് പോന്നു. പെട്ടെന്ന് പോന്നിക്കണം അവിടുന്ന് അധികം നിന്നിട്ടില്ല. എന്താ വെച്ചാൽ മക്കൾ ഓടിപ്പോയാണ് പിന്നാലെ ഓടണം. ഡ്രസ്സ് എടുക്കാനുള്ളൊരു സമയം തരുന്നില്ല. ഇതൊക്കെ രസമുണ്ട്, പക്ഷേ ഇത് വൈറ്റാണ്. വൈറ്റും ബ്ലൂവും മിക്സ് ആയതുകൊണ്ട് പറ്റില്ല. ഇതും രസമുണ്ട്, പക്ഷേ വാവാ സൂട്ട് കുഞ്ഞുമോന് പേഴ്സണലി ഇഷ്ടമല്ല, അപ്പം പിന്നെ എടുത്തില്ല. എന്ത് കാണിച്ചു കൊടുത്താലും പറ്റില്ല. നല്ല ഭംഗിയുള്ളതുണ്ട്, പക്ഷെ മക്കൾക്ക് പെട്ടെന്ന് കരിമ്പനടിക്കൂല, വൈറ്റ് മിക്സ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വിടുക ചെയ്തത്. ഒരു 4:30 5:30 6 മണി ആ സമയമായിരിക്കണം. അപ്പോൾ ചായ കുടിക്കുക വിചാരിച്ച് മുകൾക്ക് കയറി. ഇതൊക്കെ 50% ഓഫ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അവിടെ ഒന്നും കയറിയില്ല. നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വിട്ടു. നമ്മളെ ടാർഗറ്റ് അതാണല്ലോ. അവിടെ പോയി ജസ്റ്റ് ചായയൊക്കെ കുടിച്ചു. ചായ വെച്ചാൽ ചായ ഉണ്ട്, പക്ഷെ കടികളൊക്കെ വളരെ കുറവാണ്. പിന്നെ ബർഗർ, പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ബർഗർ പിന്നെയും കുഴപ്പമില്ല. പിന്നെ 2 ദിവസം മുന്നേ കഴിച്ചുകൊണ്ട് പിന്നെ വല്ലപ്പോഴും അങ്ങനത്തതൊക്കെ കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ കഴിച്ചില്ല. അപ്പോൾ ജസ്റ്റ് എന്തോ ചോക്ലേറ്റ് വിത്ത് ബ്രൗണിയോ അങ്ങനെ എന്തൊക്കെയോ മക്കൾ കഴിച്ചു. ഓലെ ഇഷ്ടത്തിന് ഓൽക്ക് വേണ്ടിയത് വാങ്ങിച്ചു കൊടുത്തു എന്നല്ലാതെ നമുക്ക് പറ്റിയതൊന്നുമില്ല. ചായ ഉണ്ടെങ്കിലും നമുക്ക് കടി കുറവാണ്, പക്ഷേ ഇല്ലത് നല്ല ടേസ്റ്റുള്ള കടികൾ കേട്ടോ. ഇലയട, നെയ്യപ്പം, ഉണ്ണിയപ്പം, കലത്തപ്പം അങ്ങനത്തതൊക്കെ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ നമ്മളൊന്നും കഴിക്കണതില്ല. വെറൈറ്റി ആയിട്ടും ഒന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല, അതാണ് സത്യം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും ഞാൻ പോയി നോക്കിയിട്ടില്ല, ഇനി ഉണ്ടോയെന്ന് നമുക്കറിയില്ല. പിന്നെ ഐസ്ക്രീംസോ എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മക്കൾക്ക് ചോക്ലേറ്റ് വിത്ത് ബ്രൗണി, ബ്ലാക്ക് ഫോറസ്റ്റ് വിത്ത് അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം വേണമെന്ന് ചെറുതായിട്ടൊന്ന് കുറുമ്പ് കാട്ടി. അപ്പോൾ പിന്നെ ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല. സ്വാഭാവികമായിട്ടും കഫക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. വരും, ഉറപ്പാണ്, വരാൻ ചാൻസ് ഉണ്ട് എന്നല്ല, വരും. അപ്പോൾ ഓൽക്കും ഈ ടൈപ്പ് തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കുക. ബ്രൗണി വിത്ത് ചോക്ലേറ്റാണ് വാങ്ങിച്ചു. മറ്റോന് വേണമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു കൊടുത്തത്, പക്ഷേ മറ്റോന് വേണ്ട. ഓനവിടെ കാണുന്നതെല്ലാം വേണം, ഓനൊക്കെ കഴിക്കാനും പറ്റും, കഴിക്കാൻ വേണ്ടേനും. ലാസ്റ്റ് എന്തോ ഒരു മുട്ടായി ഉണ്ടല്ലോ, എന്തോ ഒരു പറഞ്ഞ ട്രെൻഡിൽ ഇറങ്ങിയൊരു മുട്ടായി ഉണ്ടല്ലോ, ആ മുട്ടായ്മ കൂടെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ഇനി വാങ്ങി തരൂല പറഞ്ഞപ്പോൾ പിന്നെ അവൻ അവിടെ അടങ്ങിയിരുന്നു. ഓൻ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. അപ്പോൾ അതും കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് വീഡിയോസ് ആക്കി എടുത്തു. ഓനെ കാണില്ല വീഡിയോ എടുക്കണം, അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പോടുന്നു. അവന് ഇഷ്ടമല്ല വീഡിയോ എടുക്കണം, അതിൽ ഓനെ ഇൻക്ലൂഡ് ചെയ്യണവന് വലിയ ഇഷ്ടമല്ല. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ താത്താക്ക് ഇച്ചിരി തരുമോ ചോദിച്ച് താത്തി അതാക്കണം വാങ്ങിച്ച് കഴിക്കണം. ഓന് വേണം, പക്ഷെ എന്താ പറയുക, ചോക്ലേറ്റ് അല്ലേ, കണക്കിലധികം കഴിച്ചാൽ നമുക്ക് മത്ത് മറിയില്ലേ, ആ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കണം. ഇപ്പം ഇടയിൽ ഇതാക്കണം, ഇവിടെ ഒരാൾ ചോക്ലേറ്റ് തിന്നണ്. ഓന് പിന്നെ ക്യാമറ ഉണ്ടായിക്കും നോക്കൂല, തീരെ നോക്കൂല. ഓന് ഇഷ്ടമില്ല വീഡിയോ എടുക്കണം. പക്ഷെ എനിക്കും ഓൻ്റെ മുഖം കാണുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുകയാണ്. ഓനെ പിന്നെ ക്യാമറ ഓണാക്കിയ ക്യാമറയ്ക്ക് നോക്കൂല, വേറെ എവിടേക്കെങ്കിലും നോക്കും, ക്യാമറയ്ക്ക് നോക്കുന്നല്ല ചെക്കനെ. എന്താ അറിയില്ല കേട്ടോ, അവന് മടിയുണ്ടാവും ചിലപ്പോൾ, എന്താ നമുക്കറിയില്ല. അവിടുന്ന് ഇറങ്ങി നേരെ വിട്ട് നെസ്റ്റോക്ക് കേട്ടോ. നെസ്റ്റോയിൽ ഞാൻ കുറച്ച് മുന്നേ പോയ സമയത്ത് എനിക്ക് അത്യാവശ്യം കിഡ്സിനൊക്കെ നല്ല കളക്ഷൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നെസ്റ്റോ എത്തി, പാർക്കിംഗ് ഏരിയ പോയി പാർക്ക് ചെയ്ത് നേരെ വിട്ട് നെസ്റ്റോ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട്. 2ാം നിലയിലാണോ, ഫസ്റ്റ് ഫ്ലോർ തന്നെ തോന്നുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലേഡീസിനെയൊക്കെ വെസ്റ്റേണായി യൂസ് ചെയ്യാൻ, മീൻസ് ടീഷർട്ട്സ് പോലത്തൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. സത്യത്തിൽ ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല, പ്രായമായ ആൾക്കാർക്കൊക്കെ ലിഫ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ലിഫ്റ്റിൽ തന്നെ പോകണം പറഞ്ഞ് ലിഫ്റ്റ് കയറിയതാണ് കേട്ടോ. മക്കൾക്ക് ലിഫ്റ്റ് പോകണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ലിഫ്റ്റ് കയറിയതാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അവിടെ കിഡ്സിൻ്റെ കളക്ഷൻ ഒരു രക്ഷയില്ല, നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഒരുവിധ ഷോപ്പിലൊന്നും ചെന്നാൽ എനിക്ക് കുട്ടികൾക്കുള്ളത് ഇങ്ങോട്ട് ഒത്തു കിട്ടൂല. ഇവിടെ വന്നപ്പോൾ നല്ല കളക്ഷൻസ്, ജംപ് സൂട്ടായാലും അങ്ങനത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കളക്ഷൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. കണ്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. ഷർട്ടായാലും ടീഷർട്ടായാലും ഷർട്ടിലൊക്കെ എന്തോ ഒരു വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ ട്രൗസേഴ്സ് വെച്ച് കുറവാണ്, കുട്ടികൾക്കില്ലേ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ കുറവാണ്. പക്ഷെ
കുപ്പായം അത് നല്ല ഉണ്ട്, നല്ല കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഓൾ എന്തൊക്കെയോ പറയുന്നു. നടനാരാ ശരിക്കും പറയും എന്താ. പിന്നെ നമ്മൾ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികൾക്കില്ലത് കിട്ടി, വാപ്പാക്കില്ലത് അവിടെ ഉണ്ട്. പക്ഷേ ഓലിട്ട് കളിപ്പിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. കുഞ്ഞുമോനുള്ള ഡ്രസ്സ് പിന്നെ കുഞ്ഞുമോ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, മൂപ്പര് ഞാൻ വണ്ടിമ്മ വന്ന് എടുത്തോണ്ടിന്. അതേ നടക്കുളങ്ങളും കൊണ്ട് പോന്നാൽ ശരിയാവില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോന്നു വീട്ടിലേക്ക്. പിന്നെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കാൻ ഫർസി കയറി. മക്കളും വാപ്പി മുന്നോട്ട് പോയി, കാരണം ഞാൻ ആക്കും പോലെ സ്ലോലി നടക്കുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പൊതുവെ ഫർസിയിൽ ഭയങ്കര തിരക്കാണല്ലോ. അവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ബിരിയാണിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് കൂടുതലും ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അവിടുന്ന് ഞാൻ പറയുള്ളൂ. അവിടുത്തെ ബിരിയാണിൻ്റെ അത്ര ടേസ്റ്റ് വേറെ ഏത് ബിരിയാണി ഞങ്ങൾക്ക് ഷോപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ജ്യൂസ് വന്നു, സൂപ്പ് വന്നു, പിന്നെ ഓരോന്നൊരായി വന്നു തുടങ്ങി. ഫുഡ് ഓർഡർ ചെയ്ത് സാധാരണ ജ്യൂസൊക്കെ ലാസ്റ്റിക്കാണ് വരൽ. ഇപ്പോൾ ആൾക്കാർ മാറിയിട്ടാണ് തോന്നണം, അറിയില്ല. ഇപ്പോൾ ഒക്കെ തല തിരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടോ അവിടെ ഒരാൾ ജ്യൂസ് കുടിച്ചു നോക്കി, സ്ട്രോ ഒക്കെ അലിഞ്ഞ് പോയിക്കൊണ്ട്. പണ്ട് പ്ലാസ്റ്റിക് സ്ട്രോ എന്ന പ്രശ്നമില്ല, ഇപ്പോൾ ഈ പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞ് പോകണം, ഒരൊറ്റ സിപ്പിനുള്ളൂ. അതിൻ്റെ ഇടയിൽ അതിനെ പറ്റിയൊരു ട്രോളി ഷോർട്സൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. ഒരാൾ എനിക്ക് ഫോട്ടോ എടുത്തേര് ഇമ്മച്ചി പറഞ്ഞു. ഫോട്ടോ അല്ല എടുക്കുന്ന, വീഡിയോ എടുക്കുന്നത് നോക്കാൻ അറിയില്ല കേട്ടോ. അവിടെ ഒരാൾ ഹായ് എന്നൊക്കെ പറഞ്ഞു. ഫുഡ് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. നമ്മളെ ഫുഡ് ഓരോന്നോരോന്നായി വന്നു. അപ്പോൾ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.